ഭീകരവിരുദ്ധ പോരാട്ടം ഭാരതം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. അത് സംബന്ധിച്ച വാർത്തകളും ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നുണ്ട്. കൂടുതൽ ആയുധങ്ങൾ ഭാരതം വാങ്ങുമെന്നാണ്. 2000 കോടി രൂപയുടെ പുതിയ കരാറിൽ ഭാരതം ഒപ്പുവച്ചിട്ടുണ്ട്. സൈനികരുടെ സുരക്ഷയ്ക്കൊപ്പം ആക്രമണശേഷി വർദ്ധിപ്പിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഭാരതത്തിന്റെ നടപടി എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. പുതിയ കാലത്ത് പുതിയ യുദ്ധരീതി, പുതിയ യുദ്ധമുറ, ആ രീതിയിലേക്ക് പോവുകയാണ് ഇന്ത്യയും ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലെ സൈന്യത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നൂതന ആയുധങ്ങൾ വാങ്ങാൻ പോവുകയാണ്. സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും പോകുന്നു ഇന്ത്യ. അതിൻ്റെ ഭാഗമായി 2000 കോടിയുടെ കരാർ ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യ ഡിഫൻസ് മന്ത്രാലയം, അതായത് പ്രതിരോധ മന്ത്രാലയം ഇതിനുള്ള കരാറുകൾ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. 1981 കോടിയുടെ കരാറുകൾ ഇതിനോടകം തന്നെ ഒപ്പിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സൈനിക സംഘത്തിന് അവർക്ക് വേണ്ടിയുള്ള അവരുടെ സുരക്ഷ, അതോടൊപ്പം തന്നെ ടെക്നോളജി സംബന്ധമായ കാര്യങ്ങൾ അതെല്ലാം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഈ നീക്കം നടക്കുന്നത്. വാങ്ങാൻ നിശ്ചയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർഡിക്ഷൻ സിസ്റ്റംസ് എന്ന് പറയും. ഈ ഡ്രോൺ സംബന്ധമായ രീതിയിൽ അതിനെ ഡ്രോണുകൾ കണ്ടെത്തുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ അടുത്തിടെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടു അതിരൂക്ഷമായ ആക്രമണം ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തുന്നത്. അതിനാലാണ് ഇങ്ങനെയൊരു തീരുമാനം. അതോടൊപ്പം തന്നെ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അത് ലോഞ്ചറുകളും മിസൈലുകളും ഉണ്ടാകും. കാരണം ഡ്രോണുകളെ തന്നെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു സാധനം വാങ്ങുന്നത്. പിന്നെ റിമോട്ട്ലി പൈലറ്റഡ് ഏരിയൽ വാഹനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. റൈഫിളുകൾക്കായുള്ള നൈറ്റ് സെറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പരിപൂർണമായും ആധുനികവൽക്കരിക്കുക, സർവ്വസജ്ജരാക്കുക സൈന്യത്തെ. ഇതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭീകരവിരുദ്ധ പോരാട്ടം ശക്തിപ്പെടുത്തുകയാണ് ഭാരതം. 2000 കോടി രൂപയുടെ ആയുധങ്ങൾ ഭാരതം വാങ്ങാനായി കരാറിൽ ഏർപ്പെട്ടു. വിശദാംശങ്ങൾ നൽകിയത് എസ് ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന്.